ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവീൻ്റെ വേണുവിനെയും മകളെയും കാണാൻ ചെന്ന് അനിയായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എല്ലാം ഫൈനൽ സ്റ്റേജിലാണ്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് മൂർത്തി സാറിനെ ഒന്ന് വിളിക്കണമെന്ന കാര്യങ്ങളും നവീൻ പറയുവാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുവട്ടോ അന്തം വിട്ട്. എന്നിട്ട് സീരിയസ് ആയിട്ട് കാര്യങ്ങളെല്ലാം മിസ്റ്റർ വേണു അവതരിപ്പിക്കണമെന്ന് പറയും. അവർ രഹസ്യമായിട്ടാണ് ഈ എൻഗേജ്മെൻറ്റും കാര്യങ്ങളും നടത്തുന്നത്. പുറത്തുനിന്ന് അവർ ആരെയും വിളിച്ചിട്ടില്ല എന്നും പറഞ്ഞു. പിന്നെ സത്യം പറഞ്ഞാലേ ഞാനിപ്പോൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ അനിയുടെ ആവശ്യവും നിങ്ങളുടെ ആവശ്യവും നടക്കാൻ വേണ്ടിയിട്ടാണ് എൻഗേജ്മെൻറ്റ് നടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതെന്ന കാര്യം പറയുമ്പോൾ ഞങ്ങൾ ആ വഴിക്കോട്ട് പിന്നെ ഇല്ല എൻ്റെ സാറേ എന്ന് വേണു പറയുക നവീനോട്. അവന്തികയ്ക്ക് ആ വീട്ടിലുള്ളവർക്ക് ഈ ബന്ധത്തോട് വലിയ താല്പര്യമാണെന്നും അനി മാത്രമാണ് കുറച്ചിടഞ്ഞു നിൽക്കുന്നതെന്ന കാര്യവും പറയാം. അതുകൊണ്ട് അവനെ നിങ്ങൾ കേസ് കൊടുക്കുന്നതിൽ സന്തോഷമുള്ള കാര്യം തന്നെ ആയിരിക്കും. അങ്ങനെയെങ്കിലും നിശ്ചയം മുടങ്ങിയാൽ അവൻ രക്ഷപ്പെട്ടില്ലെന്നും ചോദിക്കുക. പിന്നെ പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ കേസ് അത് നീണ്ടു പോകത്തേ ഉള്ളൂ. അല്ലെങ്കിലും എനിക്ക് ഈ കുടുംബ കോടതിയും കേസും വഴക്കും ഒക്കെ ആയിട്ട് നടക്കാനൊന്നും പറ്റത്തില്ല എന്ന് അനാമിക പറയുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ആ വനിതാ ജഡ്ജി ഒന്ന് കാണാൻ ശ്രമിച്ചായിരുന്നു എന്ന് പറഞ്ഞു. വീട്ടിലോ? അവർ ഓടിച്ചു കാണുമായിരിക്കും അല്ലേ? അതെ, കോടതി കാര്യങ്ങളൊക്കെ കോടതിയിൽ വെച്ച് മതിയെന്നാണ് അവർ പറഞ്ഞത്. മേലിൽ ഇത് ആവർത്തിക്കരുതെന്നും പറഞ്ഞു. അങ്ങനെയൊക്കെ പോകുമ്പോൾ എന്നോട് ചോദിച്ചിട്ട് വേണ്ടായിരുന്നോ പോകാൻ? അല്ല, അങ്ങനെ ചോദിക്കത്തില്ലല്ലോ, വിവരദോഷികളാണല്ലോ പണ്ടേ. അപ്പോൾ അച്ഛനും മോക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എന്തായാലും ഇനി വക്കീൽ സാറ് പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യും. പക്ഷേ പൈസ വാങ്ങിച്ച് തരണം. അതിലൊരു അംശം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പം എനിക്ക് അംശവും ചോദ്യം ഒന്നും വേണ്ട. രണ്ടു പേർക്കും പരിക്കില്ലാതെ ഇതൊന്ന് പരിഹരിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. എൻഗേജ്മെൻറ്റ് നടക്കുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞതായിട്ട് നടിക്കത്തില്ല സാറേ എന്ന് അനാമിക പറയുക. എൻഗേജ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ സാറ് പറഞ്ഞതുപോലെ പിറ്റേ ദിവസം ഞങ്ങൾ മൂർത്തി സാറിനെ വിളിച്ചോളാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസമൊന്നും വിളിക്കേണ്ട, അപ്പോൾ ഇത് അറിഞ്ഞിട്ട് കാത്തിരുന്നത് പോലെ തോന്നുമെന്ന് ഈ നവീൻ പറഞ്ഞു കൊടുക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയെന്ന് അതും പറഞ്ഞു കൊടുത്ത് നവീൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും മോളും കൂടി ഭയങ്കര സന്തോഷത്തിലാണ്. ഞാൻ പറഞ്ഞില്ലേ മോളെ, അനിയും അവന്തികയും തമ്മിൽ കല്യാണം കഴിക്കുന്നത് വക്കീലിൻ്റെ ആവശ്യമാണെന്ന്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ കൊണ്ടുപിടിച്ചങ്ങ് നടക്കുന്നത്. അതെന്തെങ്കിലും ആവട്ടെ എൻ്റെ അച്ഛ, നമുക്ക് നമ്മുടെ കാര്യമൊന്നും നടന്നു കിട്ടണമെന്ന് അനാമിക പറയുമ്പം മിക്കവാറും ഇവിടെ അനിക്ക് പിടി വീഴും, ഉറപ്പാ. അവനും അവൻ്റെ മുത്തച്ഛനും നല്ലൊരു തുക കോംപ്രമൈസ് ആയിട്ട് തരേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ എന്ന് വെച്ച് വില പേശാനൊന്നും നിൽക്കേണ്ട, അവർ തരുന്നത് അങ്ങ് വാങ്ങിയാൽ മതിയെന്ന് അനാമിക പറയുക വേണുവിനോട്. അത് വേണുവിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും വേണു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന മുത്തശ്ശനെ ആട്ടോ. മുത്തശ്ശൻ്റെ വീട്ടിൽ, അതായത് നമ്മുടെ നാഗേന്ദ്രൻ്റെ വീട്ടിൽ വന്നു. കോളിംഗ് ബെല്ലടിച്ചു. നാഗേന്ദ്രൻ വന്ന് വാതിൽ തുറന്നു. മുത്തശ്ശനെ കണ്ടപ്പോഴത്തേക്കും നാഗേന്ദ്രൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പേടിച്ചിട്ടാണോ കലി കയറിയിട്ടാണോ അങ്ങ് പോയി. എടാ എന്നും പറഞ്ഞു മുത്തശ്ശനൊരു ഒറ്റ വിളി. പോയ നാഗേന്ദ്രൻ എന്നിട്ട് തിരിഞ്ഞിങ്ങനെ നിൽക്കുവാണ്. ഇപ്പം മുത്തശ്ശൻ കയറി വന്നു. അവൻ്റെ ചെവിക്കല്ല് തീർത്ത് ഒരൊറ്റ അടി അങ്ങ് വെച്ചു കൊടുത്തു. മറഞ്ഞിരുന്ന നീ കരുക്കൾ നീക്കുമായിരുന്നു അല്ലേടാന്ന് ചോദിച്ചു. അന്ന് അനന്തപുര തറവാട്ടിൽ നിന്ന് അടിയുന്നത് നിന്നെ പറഞ്ഞു വിടുമ്പോൾ അത് അവസാനത്തെ പോക്കാണെന്നാണ് കരുതിയതെന്നും പിന്നെ നീ തിരികെ വരുമെന്ന് കരുതിയതേ അല്ല എന്നും മുത്തശ്ശൻ പറയാം അയാളോട്. പക്ഷെ 10-20 വർഷമായി നീ പ്രതികാരം ഉള്ളിൽ വെച്ച് നടക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ചു. പ്രതികാരം ഉള്ളിൽ വെച്ചതും അത് നടപ്പിലാക്കിയതും നിങ്ങളല്ലേ എന്ന് ഇയാൾ അന്നേരത്തേക്ക് മുത്തശ്ശനോട് ചോദിച്ചു. എൻ്റെ ഭാഗം ശരിയാണോ അല്ലയോ എന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറായില്ലല്ലോ എന്ന് പറയുമ്പോഴോ എന്താടാ നിൻ്റെ ഭാഗത്ത് ശരിയുള്ളത് എന്ന് ചോദിച്ച് ഷർട്ടിന് കുത്തി അങ്ങ് പിടിച്ചു. എന്ത് നല്ല കാര്യമാണോ നീ ചെയ്തതെന്ന് ചോദിച്ചു. ഒരൊറ്റ ഏറായിരുന്നു എടുത്തിട്ട്. ഇപ്പോഴും നാഗേന്ദ്രൻ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുക. എൻ്റെ കുടുംബത്തെയും ജ്വല്ലറിയെയും നീ തകർക്കാൻ നോക്കിയെന്നും ജലജയെ ഞാനും വസുന്ധരയും കൂടി എടുത്ത് വളർത്തിയതാണ്. അതുകൊണ്ട് എൻ്റെ സ്വന്തം മക്കൾക്ക് കൊടുത്തതിനേക്കാളും പരിഗണനയാണ് ഞാൻ അവൾക്ക് കൊടുത്തിരുന്നതെന്നും കല്യാണത്തിനും അങ്ങനെ തന്നെ ആയിരുന്നു. അവൾ സ്വർണത്തിൽ മുങ്ങിയാണ് കതിർമണ്ഡപത്തിൽ നിന്നോടൊപ്പം നിന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും നീ തൃപ്തനായില്ല അല്ലേ? വിവാഹം കഴിഞ്ഞ ഭാര്യയെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുന്നതിന് പകരം അനന്തപുരിയിൽ നീ വന്ന് കുടിയേറുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചു. പിന്നീട് മൂർത്തി ജ്വല്ലറിയിൽ നീ വന്ന് കയറിക്കൂടി. ഒരുപാട് മുറികളുള്ള വീടായതുകൊണ്ട് ഞാൻ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വസുന്ധരയും എന്നോട് പറഞ്ഞു, നമ്മൾ ഒരുപാട് ലാളിച്ച മോളല്ലേ, നമ്മുടെ തറവാട്ടിൽ തന്നെ നിൽക്കട്ടെ എന്ന്. ഞാനതിനൊന്നും എതിർത്ത് പറഞ്ഞില്ല. പക്ഷെ അന്നൊന്നും നിനക്ക് ഒരു നാണവും ഇല്ലായിരുന്നു ഭാര്യ വീട്ടിൽ താമസിക്കാനായിട്ട്. നാട്ടല് വളഞ്ഞവന്മാരൊക്കെ അങ്ങനെയാടാ, അവർക്ക് ഭാര്യ വീട്ടിൽ പരമസുഖമായിരിക്കും. എന്തായാലും നീ പോയപ്പോൾ ഞങ്ങൾക്ക് തന്നിട്ട് പോയി നിന്റെ തോന്നി സ്വരൂപത്തെ. നാഗേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. നിന്റെ മോൻ്റെ കാര്യമാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പം മകൾ ഞങ്ങളുടെ ദിശയിലേക്ക് വന്നിട്ടുണ്ട്. അത് മാത്രമാണ്
ആകെ ഒരാശ്വാസം. ഇപ്പോൾ ആ മകളും എൻ്റെ കൊച്ചുമോനും തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് നടക്കാൻ പോവുകയാണെന്നും ആ സമയത്ത് സ്വന്തം മകളെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാതെ നീ നിൻ്റെ വഴിക്ക് പോകാൻ മുത്തശ്ശൻ പറഞ്ഞു. അങ്ങനെ പോയാലും ഒരു പ്രതികാരം ചെയ്യാനായിട്ട് നീ മടങ്ങി വരരുതെന്നും പറഞ്ഞു. അത് കേട്ടപ്പം ഇയാളൊന്ന് ചിരിച്ചു. മൂർത്തി സാറേ, നിങ്ങൾ എന്നെ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്ന് നാഗേന്ദ്രൻ പറയുമ്പം മിണ്ടരുത് നീ എന്ന് പറഞ്ഞു മുത്തശ്ശൻ. കുടിലത മാത്രം കയ്യിലുള്ള നീ ഇനി പരിശുദ്ധനാകാൻ എൻ്റെ മുന്നിൽ ശ്രമിച്ചാൽ ഇതിനകത്തിട്ട് കത്തിക്കുന്നില്ല ഞാനെന്നും പറയണു. മൂർത്തി ജ്വല്ലറി തുടങ്ങിയതിൽ പിന്നെ പരാജയപ്പെടുന്നത് ഇപ്പോഴാണെന്നും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നിസ്സാരക്കാരനല്ല എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയായിരുന്നു. എൻ്റെ ബിസിനസ്സിനെ പറ്റി A to Z അറിയാവുന്ന ആരോ ഒരാളാണ് അതിൻ്റെ പിന്നിലെന്ന് ഞാൻ നേരത്തെ തന്നെ കുറിച്ചിട്ടതാണെന്ന കാര്യവും മുത്തശ്ശൻ പറഞ്ഞു. അപ്പോഴും നിൻ്റെ മുഖം അതെൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നിന്നെ ഞാൻ സംശയിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രത്തോളം ഒന്നും പോകില്ലായിരുന്നു എന്നും പറഞ്ഞത് ഓർമ്മയുണ്ടോടാ നിനക്കെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ നാഗേന്ദ്രൻ. മര്യാദയ്ക്ക് കെട്ടിക്കൊള്ളണം ഈ നാട്ടിൽ നിന്നും. ഇവിടെ നേരം നിഴൽ പോലും ഇനി കണ്ടുപോയേക്കരുത്. കണ്ടാൽ വെട്ടി നൂർക്കിക്കളയും ഞാനെന്നും പറഞ്ഞ് മുത്തശ്ശൻ അവിടുന്ന് ദേഷ്യം പിടിച്ചങ്ങ് പോകും. അപ്പോഴത്തേക്കും നാഗേന്ദ്രൻ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ നയനിയും ആദർശവും അവിടെ അമ്പലത്തിൽ തൊഴുത് പ്രാർത്ഥിക്കുന്നു. വഴിപാടുകളൊക്കെ കഴിപ്പിച്ചു. അവൻ്റെ അരികിൽ നിന്ന് മുത്തശ്ശൻ വരുന്നത് ഇവരുടെ അടുത്തേക്കാണ് വരുന്നത്. ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ദേവിയുടെ മുന്നിൽ വെച്ചാണ് ഞാൻ മോളോട് സത്യങ്ങളെല്ലാം പറഞ്ഞത്. ഓരോ പുരുഷൻ്റെ വിജയത്തിൻ്റെ പിന്നിലും ഒരു പെണ്ണുണ്ടാകുമെന്നുള്ള പഴമക്കാർ പറയുന്നത് 101% ശരിയാണെന്ന കാര്യം മുത്തശ്ശൻ പറയുക കേട്ടോ. പിന്നെ ഉമയുണ്ടെങ്കിലേ മഹേശ്വരനുള്ളൂ, അതുപോലെ തന്നെ ലക്ഷ്മി ഉണ്ടെങ്കിലേ നാരായണനുള്ളൂ, അതുപോലെ നിൻ്റെ മുത്തശ്ശി ഉണ്ടെങ്കിലേ ഈ മുത്തശ്ശനുള്ളൂ എന്നും മുത്തശ്ശൻ പറയുന്നു. പിന്നെ ഇന്നിപ്പോൾ കല്യാണം എന്ന് പറയുന്നത് നാട്ടുകാർക്ക് വേണ്ടി നടത്തുന്ന ഒന്നാണ്. പെൺകുട്ടികളും ആൺകുട്ടികളും മൊബൈലോ ലാപ്ടോപ്പിലും ചുമ്മാ ഇരുന്ന് കുത്തുന്നു, കല്യാണം നടക്കുന്നു, 1 or 2 കുട്ടികൾ ജനിക്കുന്നു, അതിനുശേഷം വേർപിരിഞ്ഞു പോകുന്നു. ആ ഒരു ജീവിതത്തിൻ്റെയൊക്കെ അന്ത്യം ഒരു വലിയ ദുരന്തത്തിലും അല്ലെങ്കിൽ നിരാശയിലും ഒക്കെയാണ് ചെന്ന് കലാശിക്കുന്നത് കാണുന്നത്. അവിടെ നിങ്ങളെപ്പോലെയുള്ള ജോഡികൾ വേറിട്ട് നിൽക്കുകയാണെന്നും ആണും പെണ്ണും തമ്മിലുള്ള ഒത്തുചേരൽ ദൈവികമായിട്ടുള്ളൊരു ഇതാണെന്നും പിന്നെ അതുകൊണ്ട് വിവാഹശേഷം ആണുങ്ങളോട് നാരീപൂജ ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാനും വസുന്ധരയും മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം ഇത് പറഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് വളർത്തിയിട്ടുള്ളതെന്ന കാര്യവും പറയാം. ഇതൊക്കെ കേട്ട് ആകർഷിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നാലും അതൊക്കെ കേട്ടിട്ടും കേൾക്കാത്തതുപോലെ നടക്കുന്നത് അഭിമാത്രമാണെന്നും അതിൻ്റേതായ താളത്തട്ടലുകൾ അവൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ടെന്ന കാര്യവും മുത്തശ്ശൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞു. എന്നോടുള്ള വാശിക്ക് വീട് വിട്ടിറങ്ങി നീ നിൻ്റെ അന്വേഷണം ഊർജിതമാക്കിയപ്പോൾ ഒരു ദിവസം പോലും നിന്നെ കൂടാതെ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കൂട്ടത്തിലുള്ള ആളാണ് ഇവള്. അപ്പം അതിനിങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അമ്മയാകാൻ പോകുന്ന അവസ്ഥയിലും മോള് നിൻ്റെ നന്മയ്ക്കും വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി മോളാൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന കാര്യവും മുത്തശ്ശനിങ്ങനെ ഈ ആദർശനോട് പറയുന്നു. അപ്പോൾ അതിൻ്റെ നന്ദിയും സ്നേഹവും നിൻ്റെ ജീവിതത്തിലുടനീളം മോളോട് ഉണ്ടാകണമെന്നും പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും. താലി കിട്ടിയ പെൺകുട്ടി ശപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി പോകുമ്പോൾ പിന്നെ നമ്മുടെ പ്രാർത്ഥന എത്ര തീവ്രമായാലും വിജയങ്ങൾ നമ്മളോടൊപ്പം നിൽക്കണമെന്നോ യാതൊരു നിർബന്ധവും ഇല്ല എന്നും. അപ്പോൾ ഇവിടെ സമയവും കാലവും നല്ലതായതുകൊണ്ട് പലതും വെട്ടിപ്പിടിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, അതൊക്കെ നിഷ്ഫലമായി പോകുന്ന ഒരവസ്ഥ എപ്പോഴെങ്കിലും നമുക്ക് വന്നെന്നിരിക്കുമെന്നും പറയാം മുത്തശ്ശന്. കുടുംബമാണ് നമുക്ക് മുഖ്യം, അതെനിക്കും നിനക്കും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇടയ്ക്ക് നീയും മോളും ഒക്കെ ചിന്തിച്ചില്ലേ കുടുംബത്തെക്കാളും വലുതാണോ എനിക്ക് ബിസിനസ്സെന്ന്? അപ്പോൾ നയനെ ആദർശം ഇങ്ങനെ നോക്കുക. അല്ല, ഒരിക്കലും അല്ല. 1ാം സ്ഥാനം നമ്മുടെ അനന്തപുരി തറവാടിന് തന്നെയാണെന്നും ആ വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും തന്നെയാണെന്ന കാര്യവും മുത്തശ്ശനിങ്ങനെ പറയണം. പക്ഷേ അവിടെ ഒന്നുണ്ട്, അമ്മമാർക്കും മക്കളോട് വാത്സല്യവും സ്നേഹവും ഒരുപാടാണ്. ഒരു പ്രായം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആണവശനായി കഴിഞ്ഞാൽ മക്കൾക്കൊപ്പം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മക്കൾ അച്ഛനമ്മമാർ ഒരുപാട് പേരുണ്ടെന്ന കാര്യവും പറയാം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മക്കളെ കൊണ്ട് അച്ഛനെ വെറുക്കാൻ പഠിപ്പിക്കുന്ന അമ്മമാരും ഉണ്ടെന്ന കാര്യവും പറഞ്ഞു. അതിന് ദൈവനിന്ദ എന്നാണ് വിളിക്കേണ്ടതെന്നും. ഏതൊരമ്മയും മക്കളെ സ്നേഹിച്ചതിനേക്കാളും കൂടുതൽ നിന്നെ സ്നേഹിച്ചവളാണ് ദേവയാനിയെന്നും അങ്ങനെയുള്ള അവൾക്ക് നീയും നിൻ്റെ പിന്നാലെ മോളും പിന്നാലെ പടിയിറങ്ങിപ്പോയപ്പോൾ അത് മരിക്കുന്നതിന് തുല്യമായിരുന്നു എന്ന കാര്യവും പറഞ്ഞു കൊടുക്കുക. എന്നിട്ടും എൻ്റെ വാക്കുകൾ കേട്ട് നിൻ്റെ അച്ഛനെ വിട്ട് അവൾ പോകാതിരുന്നത് അത് അവളുടെ ധർമ്മം എന്താണെന്ന് അവൾ മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന കാര്യവും പറഞ്ഞു. അല്പനേരത്തെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നമ്മൾ ചെയ്യുന്നതെല്ലാം ഒരു സമയത്ത് നമ്മുടെ മുന്നിൽ തന്നെ കിടന്ന് വീണുടയും. ആ ഒരു പരമാർത്ഥം മുന്നിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും ആരും തെറ്റിലേക്ക് പോകില്ല എന്നും പറഞ്ഞു. മുത്തശ്ശൻ എന്നെ വെറുത്ത് നടക്കുമ്പോഴും എനിക്കറിയായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഇഷ്ടമുണ്ടെന്ന്. എങ്കിലും അത് ഉറപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാനെന്ന് ആദർശ് പറഞ്ഞപ്പം ഇപ്പം നീ ഉറപ്പിച്ചില്ലേ എന്ന് ചോദിച്ചു.
ഇനി നാളെ വീട്ടിലൊരു പൂജയുണ്ട്. ആ പൂജ കഴിഞ്ഞാൽ ഞാൻ പറയുന്ന മുഹൂർത്തത്തിൽ നിങ്ങൾ അവിടേക്ക് തിരിച്ചു വരണമെന്ന് മുത്തശ്ശൻ പറയുവാണ്. അപ്പം അത് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം. എന്നിട്ട് അടുത്തൊരു നല്ല മുഹൂർത്തത്തിൽ വീണ്ടും മൂർത്തി ജ്വല്ലറിയുടെ MD കസേരയിൽ നീ കയറി ഇരിക്കണമെന്ന കാര്യവും പറഞ്ഞു. അത് കേട്ടോ മുത്തശ്ശ, അതിൽ മാത്രം എനിക്ക് മുത്തശ്ശനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ആദർശ. അനിയിപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ജ്വല്ലറി നടത്തിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അച്ഛനും ഇളയച്ഛനും എനിക്ക് വേണ്ടി വഴിമാറിയതുപോലെ ഞാനും അവന് വേണ്ടി വഴിമാറാൻ തയ്യാറാണെന്ന് ആദർശ് പറയുക. എൻ്റെ എല്ലാ സഹായവും അവനുണ്ടാകും, പക്ഷേ MD ആയിട്ട് അവൻ തുടർന്നോട്ടെ മുത്തശ്ശ എന്ന് പറഞ്ഞപ്പം അതിനവന് പ്രാപ്തിയായില്ല. നീ എങ്ങനെയെങ്കിലും തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നവനാണ് അനിയെന്ന കാര്യം മുത്തശ്ശൻ പറഞ്ഞു. പക്ഷേ ഇളയമ്മയ്ക്ക് അനി തന്നെ MD കസേരയിൽ ഇരിക്കണമെന്ന് ആഗ്രഹമെന്ന് നയന പറയുമ്പം അവളുടെ ആഗ്രഹത്തിന് ആരെവിടെ പ്രാധാന്യം കൊടുക്കുന്നത്? എൻ്റെ തീരുമാനമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് വരെ നടപ്പിലാക്കേണ്ടത്. ഇവൻ തിരിച്ചു വന്നാൽ പിന്നെ അനി MD കസേരയിൽ ഇരിക്കുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ എന്ന് മുത്തശ്ശൻ ഇവരോട് ചോദിക്കണം. പിന്നെ ഒരിക്കലും അവനിരിക്കില്ല. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഓഫീസിൽ ചെല്ലുമ്പോൾ എല്ലാ ദിവസവും ആ കസേരയിൽ തൊട്ട് വണങ്ങുമെന്ന്. അത് ഏട്ടനെ തൊട്ട് വണങ്ങുന്നതിന് തുല്യമാണെന്ന കാര്യം മുത്തശ്ശൻ ഇവരോട് പറയൂ കേട്ടോ. അങ്ങനെ ഒരു അനിയനെ കിട്ടിയത് മഹാഭാഗ്യമായി കരുതിയിട്ട് ആ കസേര ഇവൻ വീണ്ടും ഏറ്റെടുക്കുകയാണ് വേണ്ടതെന്ന കാര്യവും പറഞ്ഞു. പക്ഷേ ഇവന് ഇവിടെ ഒരു ഭാഗ്യമുണ്ട്. അവൻ ഇത്രയും ദിവസം ബിസിനസ്സുമായി ഓടി നടന്നതുകൊണ്ട് ഇനി നിനക്ക് ധൈര്യമായിട്ട് അവനെ എന്തു ഏൽപ്പിക്കാം എന്നുള്ള കാര്യം. പിന്നെ എന്തായാലും ഇനി അനന്തപുര തറവാട്ടിൽ നമ്മുടെ ജ്വല്ലറിയെ നയിക്കാൻ പോകുന്നത് നീയും മോളും തന്നെയാണെന്ന കാര്യം മുത്തശ്ശൻ പറയുകയാണ്. അത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി. അപ്പോൾ വീട്ടിൽ വസുന്ധരയ്ക്കല്ലാതെ മറ്റാർക്കും ഇത് അറിയില്ല എന്നും നാളത്തോടെ എല്ലാവരും എല്ലാം അറിഞ്ഞോട്ടെ എന്നും മുത്തശ്ശൻ പറയണു. നിങ്ങൾ വീട് വിട്ടു പോയത് ആഘോഷമാക്കിയ ചിലരുണ്ടവിടെ. നിങ്ങൾ ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അഭിയും ജലജിയും നവ്യയും ഒക്കെ അവരെല്ലാവരും കാണട്ടെ മോളുടെ കയ്യും പിടിച്ച് നീ വീണ്ടും അവിടേക്ക് വരുന്നതെന്നും മുത്തശ്ശൻ പറയാം. ഈ മിടിക്ക് അതിനിടയ്ക്ക് എന്നെ കയ്യോടെ പിടിച്ചു കളഞ്ഞു. അതിൻ്റെ പിന്നാലെ നിൻ്റെ അനിയനും. അപ്പം പിന്നെ നമുക്ക് നാളെ കാണാം കേട്ടോ. എന്തൊക്കെ കോലിളക്കങ്ങളുണ്ടായാലും പ്രളയങ്ങളുണ്ടായാലും രണ്ടുപേരും ചേർന്ന് നിൽക്കണം. അതാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ ഏറ്റവും വലിയ സന്തോഷമെന്നും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങ് പോയി. മുത്തശ്ശൻ അങ്ങ് പോയപ്പോൾ ആദർശം നയനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കാം. ഇത് കഴിഞ്ഞ് ഞാനത് ഒരിക്കലും എല്ലാവർക്കും മധുരം കൊടുക്കുവാണ് ജയൻ. അപ്പോൾ എന്തായാലും ഈ ഒരു വിജയം നമ്മുടെ ഗംഭീര വിജയമായെന്ന് പറഞ്ഞു. അപ്പോൾ നയനമോൾ ഉറക്കമുളച്ച് ചെയ്യുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഈ സമയത്ത് ഉറക്കമുളയ്ക്കുന്നതൊന്നും നല്ലതല്ല എന്ന് മുത്തശ്ശി അവിടെ ഇരുന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ മോളോട് വിളിച്ച് പറഞ്ഞതാ അമ്മേ. ഇതിപ്പോൾ മനസ്സിൻ്റെ സന്തോഷവും സമാധാനം കിട്ടുന്നതൊക്കെ നല്ലതല്ലേ. അല്ല മോൾക്ക് പ്രൈസ് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായെന്നാണ് പറഞ്ഞതെന്ന് അജയൻ. അതിലുപരി കമ്പനി തലപ്പത്തെത്തിയതിൻ്റെ അമിത ആഹ്ലാദവും മോൾക്കുണ്ടെന്ന് ദേവയാനി പറയുവാണേ. അപ്പോൾ അതെ വിളിച്ചപ്പോഴൊക്കെ ചിരിയോടെയാണ് സംസാരിച്ചതെന്ന് പറഞ്ഞിരിക്കുമ്പോൾ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് കയറി വരുന്നു. മുത്തശ്ശൻ കയറി വന്നപ്പോൾ ദാ എന്ന് പറഞ്ഞ് മധുരം മുത്തശ്ശനും കൊടുത്തു. ഇന്നൊരു സന്തോഷമുള്ള ദിവസമല്ലേ അച്ഛാ എന്ന് പറഞ്ഞപ്പം നാളെ ഇവിടെ ഒരു ഗംഭീരമായിട്ട് പൂജ നടത്തണമെന്ന് മുത്തശ്ശൻ പറയാം. ഈ വിജയം അത്ര ചെറുതായി കാണാൻ പറ്റില്ല എന്നും കുടുംബദൈവങ്ങളെല്ലാം കൂടെ നിന്നെന്ന് വേണം കരുതാനെന്നും മുത്തശ്ശൻ പറയുന്നു. എന്നിട്ടും അച്ഛൻ ഒരു മാറ്റവും ഇല്ലല്ലോ അച്ഛാ എന്ന് ദേവയാനി പറഞ്ഞു. നയനമോള് കാരണമാണ് നമുക്ക് ഈ വിജയം ഉണ്ടായെന്ന് പറഞ്ഞപ്പം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്നും ഇവൻ്റെ മോനാണ് എല്ലാ ക്രെഡിറ്റും എന്നും മുത്തശ്ശൻ ദേവയാനിയോട് പറയുമ്പം അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞതെന്ന് അജയൻ ചോദിച്ചു. നയനമോളില്ലായിരുന്നെങ്കിൽ നമ്മൾ സക്സസ് ആകുമായിരുന്നു അച്ഛാ. ആരാണോ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നത് അവരുടെ ഭാഗ്യമാണ് വിജയങ്ങളെന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതല്ലേന്ന് ചോദിച്ചു. അച്ഛൻ്റെ സ്വഭാവത്തിൽ വന്ന ഈ മാറ്റങ്ങൾ ഞങ്ങളെ എല്ലാവരെയും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിരിക്കുക കേട്ടോ എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞത് 100% സത്യമാണെന്ന കാര്യം പറയുമ്പോൾ അപ്പം അമ്മയും അച്ഛനെ സപ്പോർട്ട് ചെയ്യുകയാണല്ലേ എന്ന് ചോദിച്ചു ദേവയാനി. ഇദ്ദേഹത്തെ എനിക്കറിയാം, ഇദ്ദേഹം തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു. മുത്തശ്ശൻ അന്നേരം തലതിരിഞ്ഞിങ്ങനെ നിൽക്കുക. അനി MD ആയ ശേഷം വിജയങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം ശരിയാണ്, അതിൻ്റെ ക്രെഡിറ്റ് അവന് കൊടുക്കണമെന്ന് ജയൻ അന്നേരം അവിടെ നിന്ന് പറഞ്ഞു. ആദർശനെയും നയനെയും ഇങ്ങോട്ട് വിളിക്കണമെന്ന് ഞാൻ അച്ഛനോട് പറയുന്നില്ല, പക്ഷേ അവരോടുള്ള പിണക്കം ഇനിയെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ എന്ന് അച്ഛനോട് മകൻ ചോദിക്കുന്നു. അറ്റ്ലീസ്റ്റ് നയനയോടുള്ള പിണക്കമെങ്കിലും അച്ഛനൊന്ന് വിട്ടുകൂടെ എന്ന് ചോദിക്കുമ്പം ആരോടും തൽക്കാലം പിണക്കം മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മുത്തച്ഛൻ അന്നേരം പറഞ്ഞു. പിന്നെ നയനയുടെ കഴിവിൽ നമ്മൾ ജയിച്ചെങ്കിൽ സന്തോഷമുണ്ട്, പക്ഷേ അനിയുടെ ഭാഗ്യത്തെയും അവൻ്റെ സമയത്തെയും എനിക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പം അവനീ വിജയം നടന്നതിന് ശേഷം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് അച്ഛനോട് ഇനിയെങ്കിലും പറയണം ഏട്ടനെ ഏട്ടത്തെയും തിരികെ വിളിക്കണമെന്ന്. അവൻ പറയുന്നതൊക്കെ കേൾക്കാനാണോ ഞാനിവിടെ ഇരിക്കുന്നത് എന്ന് മുത്തശ്ശൻ ചോദിക്കാം. അവനെ MD ആക്കി വെച്ചെന്ന് കരുതി അവൻ ഇങ്ങോട്ടൊന്നും പറയാൻ വരണ്ട. ഞാൻ അങ്ങോട്ടെന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിച്ചാൽ മാത്രം മതി, നിങ്ങളൊക്കെയും അങ്ങനെ തന്നെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശൻ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി, ഇപ്പോഴും ആർക്കും പിടിയൊന്നും കൊടുക്കാതെ.
അങ്ങനെ മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങ് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ അമ്മ അച്ഛൻ ഇങ്ങനെയെന്ന് ചോദിച്ചു അജയൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ. എന്നാലും കുടുംബത്തിനേക്കാളും മൂത്ത കൊച്ചുമോനെയും അവൻ്റെ ഭാര്യയെക്കാളും ബിസിനസ്സിനാണ് അച്ഛൻ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ഞാൻ കരുതിയില്ല അമ്മേ എന്ന് ദേവയാനി പറയുമ്പോൾ നിങ്ങളാരും കരുതുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ എനിക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് കേട്ടുകൊണ്ട് നിന്നാൽ മതിയെന്ന് മുത്തശ്ശി പറയുവാണ്. അല്ലാതെ തർക്കിക്കാനൊന്നും നിന്നേക്കരുതെന്നും പറഞ്ഞു. ദേവയാനി അന്നേരം ഇങ്ങനെ നോക്കുക കേട്ടോ. അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അത്. അച്ഛൻ എന്താ ഇങ്ങനെ വേട്ടത്തിൽ വിഷമിക്കണ്ട. നയനമോള് കാരണമാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ സിമ്പതി അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കില്ല. ചേട്ടാ, നമുക്കൊരു കാര്യം ചെയ്താലോ? രഹസ്യമായിട്ട് ഈ ആഘോഷം ആദർശിൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയാലോ? ഒരു കേക്കൊക്കെ മുറിച്ച്. അപ്പം അത് വേണമെന്ന് ചോദിച്ചു ജയൻ. അച്ഛൻ അറിഞ്ഞാൽ അത് പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞപ്പം അത് വേണം ചെയ്യട്ടാന്ന് ദേവയാനി. പിന്നെ അമ്മ അറിയണ്ടെന്നും പറഞ്ഞു. അമ്മ അറിഞ്ഞാൽ അതെന്തായാലും അമ്മ അച്ഛനോട് പറയുമെന്ന് ഉറപ്പാണെന്ന് ദേവയാനി പറയാണ്. പക്ഷേ നയനമോളെ സന്തോഷിപ്പിക്കാനായിട്ട് അത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേന്ന് ചോദിച്ചു. അല്ല, ഞാൻ ഇടയ്ക്ക് അവനെ ഒന്ന് വിളിക്കാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അജയൻ അവിടെ നിന്ന് പോയി. പിന്നെ കാണിക്കുന്നത് ഈ നാഗേന്ദ്രൻ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഡേവിഡും ഒക്കെ ആയിട്ടിരുന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഭാഗത്തെ ന്യായങ്ങളെപ്പറ്റി തനിക്കും അറിയില്ല, ആർക്കും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാഗേന്ദ്രൻ ഡേവിഡിനോട് പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ് എന്നെ അനന്തപുരത്ത് തറവാട്ടിൽ നിന്ന് അനന്തമൂർത്തി തല്ലി ഇറക്കുകയായിരുന്നെന്നും ഇപ്പോഴും അയാളുടെ കൈയുടെ ചൂട് ഞാൻ അറിഞ്ഞുവെന്നും ഈ നാഗേന്ദ്രൻ പറയുക. ഇതെല്ലാം അറിഞ്ഞിട്ട് ഒരാളിപ്പോൾ ചിരിക്കുന്നുണ്ടാവും. എൻ്റെ ഭാര്യ ആയിരുന്നു അവളെന്നൊക്കെ പറഞ്ഞ് നാഗേന്ദ്രൻ പറയുമ്പം അവരവിടെ ഇല്ലെന്നാണ് അഭി പറഞ്ഞത്. അപ്പോൾ ഇല്ല, ഒരാഴ്ചയായിട്ട് അവൾ ടൂറില്ല, പൂർവ്വ വിദ്യാർത്ഥി സംഗമം. എങ്കിലും അവളെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് നാഗേന്ദ്രൻ പറയുക കേട്ടോ. അപ്പോൾ ഡേവിഡ് ഇതെല്ലാം ഇരുന്ന് കേൾക്കുമല്ലേ. അവന്തിക മോൾക്ക് ഞാനുമായിട്ട് ബന്ധമുണ്ടെന്ന് അവർക്കറിയില്ല, അല്ലെങ്കിൽ അവൾക്കറിയില്ല. എന്നാൽ അഭി ഇന്ന് ഏഞ്ചലറുടെ മാനേജറാണെന്നും അവൻ്റെ ഭാര്യ ഇവിടുത്തെ മോഡലുമാണ്. ഞാനാണ് ഏഞ്ചലറുടെ MD എന്ന് ജലജയ്ക്ക് അറിയില്ല എന്ന കാര്യവും ഇയാൾ പറയുന്നു. അവളത് അറിയുമ്പോൾ വീടിനകത്തൊരു യുദ്ധം നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നും നാഗേന്ദ്രൻ പറയാം. നേരും നെറിയുമില്ലാത്തവളാണ്. അച്ഛൻ മക്കൾക്ക് കൊടുക്കുന്ന നേട്ടങ്ങൾ അവൾക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം അച്ഛനും മക്കളും തമ്മിൽ അടുത്ത് കഴിഞ്ഞാൽ സ്വന്തം മക്കൾ അമ്മയെ വെറുത്തു പോകുമെന്നുള്ളൊരു ഭയം കാണും ജലജയ്ക്ക്. അപ്പോൾ സാറിനോട് ഇതിനു മുമ്പ് ഞാൻ ഭാര്യയെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് സാറ് ദേഷ്യപ്പെടുക ചെയ്തത്. ജലജ എന്ന പേര് പറയുന്നത് പോലും സാറിന് ഇഷ്ടമായിരുന്നില്ലല്ലോ എന്നൊക്കെ ഡേവിഡ് പറഞ്ഞപ്പം ഇന്നും ആ സ്വഭാവത്തിന് മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല ഡേവിഡെ. ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഇന്നും ആ പേര് തന്നെയാണെന്ന കാര്യവും ഈ നാഗേന്ദ്രൻ പറയുന്നു. അവളുടെ മുന്നിൽ നമ്മളൊക്കെ ഒന്നുമല്ലടോ, സ്നേഹിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ജന്മമാണ് അതിൻ്റേത്. നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലല്ലോ സാറേ. ഇപ്പം നടന്നില്ലെന്ന് മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത തകർച്ചയും നമുക്കുണ്ടായെന്ന് നാഗേന്ദ്രൻ പറയണം. ഒരു കാര്യം താൻ മനസ്സിലാക്കിക്കോ, മൂർത്തി തൻ്റെ മക്കളെ മാറ്റി നിർത്തിയിട്ട് ആദർശിനെ MD ആക്കിയത് വെറുതെയല്ല. അവൻ മറ്റൊരനന്തമൂർത്തി തന്നെയാണെന്ന കാര്യം നാഗേന്ദ്രൻ ഡേവിഡിനോട് പറയണം. അല്ലെങ്കിൽ അയാൾക്ക് മുകളിൽ ബുദ്ധിയുള്ളവനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവനിനി മൂർത്തി ജ്വല്ലറിയിലേക്ക് മടങ്ങി വരുമോ എന്നാണ് എൻ്റെ പേടി എന്ന് നാഗേന്ദ്രൻ പറയുമ്പോൾ ഡേവിഡ് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അങ്ങനെ രണ്ടെണ്ണങ്ങളും കൂടി ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.